CPIM സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് കെ അനിൽകുമാർ കൂടി നമുക്ക് വിചാരിക്കാം. ശ്രീ അനിൽകുമാർ, ഈ വിജിലൻസ് വളരെ കൃത്യമായി എടുത്തു പറയുന്നുണ്ട്, യെസ്, ഈ അഹമ്മദും അതോടൊപ്പം തന്നെ സതീശനും തമ്മിലുള്ള ഒരു അൺഹോളി നെക്സസ് കോൺസ്പിറസി ബിറ്റ്വീൻ SO1 ആൻഡ് SO2 എന്ന് പറയുന്നു. വളരെ കൃത്യമായി തന്നെ 1.25 കോടി രൂപ പിരിച്ചെടുത്തിട്ടുണ്ട്. രണ്ടാമത് ബർമിംഗ്ഹാമിൽ നിന്ന് എത്ര രൂപയാണ് പിരിച്ചെടുത്തത് സംബന്ധിച്ച് ആ അക്കൗണ്ട് പുനർജനിക്കായി മാത്രമായിട്ടാണ് തുടങ്ങുന്നതെങ്കിൽ ആ പണത്തിൻ്റെ കണക്ക് എവിടെ? വളരെ കൃത്യമായ ചില സൂചനകൾ ആ ഒരുപക്ഷെ വിജിലൻസ് പറയുന്ന പോലെ തന്നെയാണ്, അൺഹോളി നെക്സസ് ബിറ്റ്വീൻ സതീശൻ ആൻഡ് അഹമ്മദ്. 10 കൊല്ലമായി അധികാരത്തിലിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെ സംബന്ധിച്ച് ആ സർക്കാരിലെ മുഖ്യമന്ത്രിക്കെതിരായോ മന്ത്രിക്കെതിരായോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആക്ഷേപം അല്ലെങ്കിൽ അഴിമതി സംബന്ധിച്ചൊരു ആരോപണം നിലനിൽക്കുന്നില്ല. എന്നാൽ പ്രതിപക്ഷ നേതാവ് അതിൽ കുടുങ്ങിയിരിക്കുന്നു. പ്രതിപക്ഷ നേതാവിനെ സംബന്ധിച്ച് നടന്ന അന്വേഷണത്തിൽ വസ്തുതാപരമായി കണ്ടെത്തപ്പെട്ട യാഥാർത്ഥ്യം എന്താണ്? ഒന്ന്, അദ്ദേഹം വിദേശത്ത് പോയി പണപ്പിരിവിന് നേതൃത്വം നൽകി. 2, അങ്ങനെ പിരിച്ച പണം അദ്ദേഹം തന്റെ അക്കൗണ്ടിലൂടെ അല്ല കൈകാര്യം ചെയ്തത്. 3, അപ്രകാരം കൊണ്ടുവന്ന പണം മണപ്പുറം എന്ന പേരിൽ ഒരു ട്രസ്റ്റ് വഴിയാണ്, ഒരു ഏജൻസി വഴിയാണ്. 4, ആകെ പിരിച്ച പണം എത്ര, ചെലവഴിച്ച എത്ര എന്ന കണക്ക് വിജിലൻസ് അന്വേഷണത്തിന് ഹാജരാക്കാൻ അവർക്ക് സാധിച്ചില്ല. 5-ാമത്തെ കാര്യം, ഗുണഭോക്താക്കൾ ആരൊക്കെയെന്ന് വെളിപ്പെടുത്താൻ VD സതീശന് സാധിക്കുന്നില്ല. 6-ാമത്തെ കാര്യം, അദ്ദേഹം ഉദ്ഘാടനം ചെയ്ത വീട് നിർമ്മാണത്തിന് വേണ്ടി തറക്കല്ലിട്ട സ്ഥലമെന്ന് പറയുന്നത് ചതുപ്പ് നിലമാണ്. അവിടെ അത് കാട് പിടിച്ചു കിടക്കുകയാണ്. ഇവിടെയാണ് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ദണ്ഡസഹിതം പിടിക്കപ്പെട്ടിരിക്കുന്നത്. ഇത്രയും വസ്തുതകൾ നമ്മുടെ കണ്ണുപിൽ നിൽക്കെ VD സതീശൻ കുറ്റവാളിയല്ല, VD സതീശൻ കുറ്റക്കാരനല്ല. അവസാനം VD സതീശൻ ഇരവാദം ഉന്നയിക്കുകയാണ്, CBI എന്നെ പിടിച്ചോട്ടെ, അറസ്റ്റ് ചെയ്തോട്ടെ. ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെ ആരെയും CBIക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്ന പണിയുള്ളവരല്ല. പക്ഷെ വിദേശ പണം സ്വീകരിച്ചതിന് കണക്ക് ഹാജരാക്കണം. വിജിലൻസ് ഇതുമായി ബന്ധപ്പെട്ട് ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാൻ അധികാരമില്ല എന്നാണ് സതീശന്റെ നിലപാട്, സതീശന്റെ കൂട്ടാളിയായ മണപ്പുറം ഏജൻസിയുടെ നിലപാട്. അതാണ് വിജിലൻസ് ചൂണ്ടിക്കാണിച്ചത്. നമ്മളിപ്പോൾ CBIയൊക്കെ വിടാം, കേരളത്തിലെ ജനങ്ങളോട് തുറന്നു പറയട്ടെ, ആകെ എത്ര രൂപ വന്നു, ഏത് അക്കൗണ്ടിൽ വന്നു, എത്ര രൂപ ഇതിനാണ്ട് ചെലവഴിച്ചു. വസ്തുതകൾ നോക്കുമ്പോൾ മണപ്പുറം ഏജൻസിക്ക് സതീശൻ ആരിലൂടെയാണോ പണം പിരിച്ചത് അവർക്ക് കണക്ക് ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് CBI അന്വേഷണത്തിലേക്ക് പോകണമെന്ന് വിജിലൻസ് ശുപാർശ ചെയ്തത്. സർക്കാർ തീരുമാനിച്ചിട്ടില്ല. പക്ഷേ ജനങ്ങളുടെ മുമ്പിൽ വസ്തുതകൾ നിലനിൽക്കുന്നു. ഇവിടുത്തെ മാധ്യമങ്ങൾ എത്ര വെള്ളപൂശാൻ ശ്രമിച്ചാലും 6 ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. ഈ ചോദ്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ പ്രതിപക്ഷ നേതാവിന് സാധിക്കില്ല. ഇതാണ് നമ്മുടെ കൺമുമ്പിലെ യാഥാർത്ഥ്യം. അനിൽകുമാർ, ഈ വിജിലൻസിന്റെ ഈ പുതിയ വിവരങ്ങൾ കൂടി പുറത്തു വരുമ്പോൾ 2 കാര്യങ്ങളാണ്. ഒന്ന്, നേരത്തെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ എത്ര രൂപയാണ് പിരിച്ചത്, എത്ര രൂപ ചെലവഴിച്ചു, കേരളത്തിലെ ജനങ്ങളോട് പറയാനുള്ള ബാധ്യത പ്രതിപക്ഷ നേതാവിനുണ്ട്. രണ്ടാമതാണ്, അദ്ദേഹം ബർമിംഗ്ഹാമിൽ അടക്കം ഈ പണപ്പിരിവ് നടത്തുന്ന, അഭ്യർത്ഥന നടത്തുന്ന ദൃശ്യങ്ങളടക്കം പുറത്തു വന്നു. അതിന് ആദ്യം അദ്ദേഹം പറഞ്ഞു അങ്ങനെ ഒരു പണപ്പിരിവ് താൻ നടത്തിയിട്ടില്ല, ആഹ്വാനം ചെയ്തിട്ടില്ല. പിന്നെ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ സമ്മതിക്കുകയും ചെയ്തു. ആ പണം എവിടെ, എത്ര രൂപയാണ് പിരിച്ചത്? അതായത് 2 തരത്തിലാണ്. പുനർജനി എന്ന് പറയുന്ന തട്ടിപ്പ് നടത്താൻ വേണ്ടി പുനർജനി എന്ന് പറയുന്ന ഒരു ഫൗണ്ടേഷൻ ഉണ്ടാക്കുന്നു, അതിന്റെ പേരിൽ പണപ്പിരിവ് നടത്തുന്നു, പണം കൊണ്ടുവരുന്നു. രണ്ടാമത് ബർമിംഗ്ഹാമിൽ നിന്ന് എത്ര രൂപ പിരിച്ചു, 1.25 കോടിയല്ല, അവിടെയും കോടിയുടെ കണക്കുണ്ട്, അതുകൂടി വെളിപ്പെടേണ്ടതല്ലേ? പ്രതിപക്ഷ നേതാവ് സത്യസന്ധതയുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് വയനാട്ടിൽ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും നടത്തിയ മോഡൽ തട്ടിപ്പ് ഞാൻ നടത്തിയിട്ടില്ല എന്ന് ജനങ്ങളോട് ഏറ്റു പറയണം. അതിന് കണക്ക് ഹാജരാക്കണം. ഇന്നലെ അദ്ദേഹം പത്രമാധ്യമങ്ങളോട് പറഞ്ഞു, ഒരു പ്രതിപക്ഷ നേതാവ് വിദേശത്ത് പോയി 50 പൗണ്ട് ചോദിക്കുന്നു. ഏറ്റവും രസകരമായ കാര്യം, അദ്ദേഹം പണപ്പിരിവിന് പോയത് പ്രതിപക്ഷ നേതാവായിരിക്കുന്ന കാലത്തല്ല, അദ്ദേഹം പണപ്പിരിവിന് പോയത് MLA ആയിരിക്കുന്ന കാലത്താണ്. പറവൂർ MLA എന്ന നിലയ്ക്കാണ്, അന്ന് പ്രതിപക്ഷ നേതാവല്ല. 2, അദ്ദേഹത്തിന്റെ ശബ്ദത്തിൽ 500 പൗണ്ട് ചോദിക്കുന്ന കേൾക്കാം. അദ്ദേഹം ഇന്നലെ മാധ്യമങ്ങളോട് അത് 50 പൗണ്ടാക്കി. അപ്പൊ പിടിച്ചു നിൽക്കാൻ വേണ്ടി പരസ്പരം വസ്തുതാ വിരുദ്ധമായ കാര്യങ്ങൾ കുടുങ്ങുകയാണ് പ്രതിപക്ഷ നേതാവ് ചെയ്യുന്നത്. പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്, സന്ദർശക വിസയിൽ വിദേശത്ത് പോയ സതീശന് ഇപ്രകാരം പണപ്പിരിവ് നടത്താൻ അധികാരമുണ്ടോ? അനുവാദം കിട്ടിയിട്ടുണ്ടോ? അനുവാദം കിട്ടിയിട്ടില്ലെങ്കിൽ വന്ന തുക എത്രയാണ്, ചെലവാക്കിയ തുക എത്രയാണ്? ഒരു അധികാര സ്ഥാനത്തോടും പറയണ്ട, CBIയോട് പറയണ്ട, വിജിലൻസോടും പറയണ്ട, കേരളത്തിലെ ജനങ്ങളോടെങ്കിലും പറയണ്ടേ? ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, ഇന്ന് KC വേണുഗോപാൽ പറഞ്ഞിരിക്കുകയാണ്,
ഞങ്ങൾക്ക് കേന്ദ്രത്തിൽ അധികാരമില്ല, കേരളത്തിൽ അധികാരമില്ല, അതുകൊണ്ട് കയ്യിൽ പണമില്ല. അധികാരമുണ്ടെങ്കിലാണ് കയ്യിൽ പണം വരിക. ഇതാണ് കോൺഗ്രസിന്റെ വാദം. അധികാരമില്ലാതെ പ്രതിപക്ഷത്തിരിക്കുന്ന MLA ആണ് വിദേശത്ത് പോയി കുടികൾ തട്ടിക്കൊണ്ടു പോന്നിരിക്കുന്നത്. മറ്റൊരു രസകരമായ കാര്യം ഈ ദിവസങ്ങളിൽ കണ്ടു. മുസ്ലിം ലീഗിന്റെ നേതാവ് KM ഷാജി വിദേശത്ത് പോയി പണം പിരിക്കുന്നു. അതിനുവേണ്ടി KMCCയുടെ മീറ്റിംഗിൽ പങ്കെടുക്കുന്നു. എന്നിട്ട് പറയുകയാണ്, 10 കൊല്ലം മുസ്ലിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് വീണ്ടെടുക്കാനാണ് ഞങ്ങൾ യുദ്ധം ചെയ്യാൻ പോകുന്നത്. 5 മന്ത്രിസ്ഥാനം മുസ്ലിം ലീഗിന് പോയതാണോ മുസ്ലിങ്ങളുടെ നഷ്ടം? അപ്പം മതം പറഞ്ഞും ജാതി പറഞ്ഞും വോട്ട് പിടിക്കുക, പണം പിരിക്കുക. ജാതി പറഞ്ഞും മതം പറഞ്ഞും വോട്ട് പിടിക്കുന്ന കണ്ടിട്ടുണ്ട്. മതം പറഞ്ഞ് പണം പിരിക്കുന്നു. ഇതാണ് മുസ്ലിം ലീഗ് ചെയ്യുന്നത്. ഇതൊക്കെ കേരളത്തിലെ ജനങ്ങൾ കണ്ണു തുറന്ന് കാണണം എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാറുള്ളത്. ശൽകുമാർ, ഒരു കാര്യം കൂടി, ഈ താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സതീശനെതിരെ പുനർജനി തട്ടിപ്പ് വന്നപ്പോൾ വല്ലാതെ വെള്ളപൂശാൻ നടത്തുന്ന മാധ്യമങ്ങളുടെ നീക്കം കൂടി. ഇന്നലെ മാതൃഭൂമി പത്രത്തിലടക്കം വന്ന തലക്കെട്ടടക്കം കാണുകയാണ്. വല്ലാത്ത വിഷമമാണ് മാതൃഭൂമി പത്രത്തിനടക്കം. പുനർജനി തട്ടിപ്പുമായി ബന്ധപ്പെട്ട് സതീശന്റെ ആരോപണം വരുമ്പോൾ അത് തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടാണ്, അതായത് ടൈമിംഗ് എന്ന് പറഞ്ഞ തരത്തിൽ ഒരു നെറേറ്റീവ് ഇപ്പോൾ വരുന്നുണ്ടല്ലോ. അതെ, ഇത് ടൈമിങ്ങുമായി ബന്ധപ്പെട്ട വിഷയം എന്ന് പറയുന്നത് എന്താണ്? ഏതാണ് ഉദ്ദേശിക്കുന്ന ടൈം? ഇതിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യം എന്താണ്? സതീശൻ ഒരു കാര്യം ചെയ്താൽ മതി. സതീശൻ ആകെ ചെയ്യേണ്ടത് അദ്ദേഹത്തിന്റെ പദ്ധതിയുടെ കണക്കുകൾ വെളിപ്പെടുത്തുക. അദ്ദേഹം തറക്കല്ലിട്ട സ്ഥലത്തേക്ക് ഒന്നുകൂടി വരിക. ബഹുമാനപ്പെട്ട VD സതീശനെ നമ്മൾ സന്തോഷത്തോടെ ക്ഷണിക്കുന്നു. അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ അദ്ദേഹം തറക്കല്ലിട്ട സ്ഥലത്ത് കെട്ടിടങ്ങൾ ഉയർന്നോ, വീടുകൾ പണിതോ? 2, ഏതൊക്കെ ഗുണഭോക്താക്കൾക്കാണ് അവിടെ വീട് കൊടുക്കാൻ അദ്ദേഹം വിഭാവന ചെയ്തിരുന്നത്? ആ ഗുണഭോക്താക്കളുടെ പട്ടിക പുറത്തുവിടാമോ? ഒരേ മാതൃകയിലുള്ള തട്ടിപ്പാണിത്. വയനാട്ടിലും നാളിതുവരെ ആർക്കൊക്കെയാണ് കോൺഗ്രസ് വീട് കൊടുക്കുന്നതെന്ന് വ്യക്തമാക്കിയിട്ടില്ല. കോൺഗ്രസ് വീട് ആർക്ക് കൊടുക്കുന്നതെന്ന് വ്യക്തമാക്കിയാലാണല്ലോ തങ്ങൾക്ക് വീട് കിട്ടില്ല എന്ന് പരാതിക്കാരുണ്ടാവുക. വയനാട്ടിൽ പരാതിക്കാരില്ല. അതിന് കാരണം എന്താണ്? ആർക്കാണ് വീടെന്ന വ്യവസ്ഥയില്ല. അവിടെ ദുരന്തമുണ്ടായ മുഴുവൻ ആളുകളെയും സംസ്ഥാന സർക്കാർ ഏറ്റെടുത്ത് കഴിഞ്ഞു. ബാക്കിയുള്ളവർക്ക് 15 ലക്ഷം രൂപ നൽകി കഴിഞ്ഞു. ഇനി ആർക്കാണ് കോൺഗ്രസ് വീട് വെക്കാൻ പോകുന്നത്? തനി തട്ടിപ്പിന്റെ കേന്ദ്രമായി കോൺഗ്രസ് മാറിയിരിക്കുന്നു. അത് പുനർജനി മുതൽ വയനാട് വരെ അത് തുടരാൻ വേണ്ടിയാണ്. ഈ തട്ടിപ്പ് തുടരാനാണ് കേരളത്തിൽ അവർ അധികാരം ചോദിക്കുന്നത്. അതായത് അധികാരമില്ലെങ്കിൽ തട്ടിപ്പ്, ഈ ദുരന്തത്തിന്റെ സാധ്യതകളെ മുന്നിൽ കണ്ടുകൊണ്ട് താങ്കൾ പറഞ്ഞ പോലെ വയനാട് ദുരന്ത ഭൂമിയിൽ പ്രളയകാലം ഒരു അവസരമായി കണ്ട നേതാക്കളെയൊക്കെ നമ്മളുടെ മുന്നിൽ ഓർമ്മയുണ്ട്. അത് അന്താരാഷ്ട്ര തലത്തിലേക്ക് കൂടി തട്ടിപ്പ്, ഏതൊക്കെ തരത്തിൽ തട്ടിപ്പ് നടത്താമോ അതിന്റെ എല്ലാവിധ സാധ്യതകളും പ്രയോഗിക്കുന്നതാണ് പുനർജനി എന്ന് പറയുന്ന തട്ടിപ്പിലൂടെ നമ്മൾ കണ്ടത്. അതെ, പുനർജനി തട്ടിപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം മാധ്യമങ്ങൾ വളരെ ബോധപൂർവം VD സതീശനെ വെള്ളയടിക്കാൻ വേണ്ടി വിജിലൻസ് റിപ്പോർട്ടിന്റെ ഭാഗം മുറിച്ചാണ് കൊടുക്കുന്നത്. ആദ്യം ഒരു ഭാഗം കൊടുക്കുന്നു, പിന്നെ 2ാം ഭാഗം കൊടുക്കുന്നു, മൂന്നാം ഭാഗം കൊടുക്കുന്നു. 3ാം ഭാഗം കൊടുക്കുമ്പോഴെന്താണ്? പണം വന്ന സതീശൻ വഴിയല്ല, സതീശന്റെ കൂട്ടാളി വഴിയാണ്. സതീശന്റെ കൂട്ടാളി വഴി പണം വരുമ്പോൾ സതീശന് ബാധ്യതയുണ്ടോ? നിയമപരമായി ബാധ്യത ഇല്ല എന്നാണ് കേരളത്തിലെ പത്രങ്ങൾ വാദിക്കുന്നത്, മാധ്യമങ്ങൾ വാദിക്കുന്നത്. ചോദ്യം, സതീശൻ പണം പിരിച്ചോ? സതീശൻ ഈ പറയുന്ന പണം പിരിച്ച സ്ഥാപനത്തിന്റെ ബിനാമിയാണെന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ ബിനാമി കച്ചവടം തുറന്നിരിക്കുന്നു. പ്രതിപക്ഷ നേതാവ് ബിനാമിയാണ്. ബിനാമി എന്തിലേക്കാണ് അദ്ദേഹം ഇത് കൈകാര്യം ചെയ്തത്? അത് തുറന്നു കാട്ടപ്പെട്ടിരിക്കുന്നു. ഇല്ലെങ്കിൽ കണക്ക് പുറത്തുവിടും. വളരെ നന്ദി ശ്രീ അനിൽകുമാർ ഈ സാഹചര്യത്തിൽ പ്രതികരിച്ചതിന്